ആര്യം പ്രശ്നം എന്താണ് ആക്ച്വലി സംഭവിച്ചത്, നമുക്ക് ഈ കാര്യങ്ങളൊന്ന് നോക്കാം. കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ഇപ്പം അനുമോൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ PR ആണ് മറ്റേതാണെന്ന് പറയും. അതിപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാലും ആരും പറയുന്ന ഒരു ഡയലോഗ് മാത്രമാണ്. PR-ഉം കൊപ്പൊന്നും അല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ കേട്ടോ. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലൊക്കെ കാണുന്നു, പിന്നെ അനുമോൾ തെറ്റാണ് ചെയ്തത്, അനുമോൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അനുമോൾ എന്തിനാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അത് അവരുടെ പേഴ്സണൽ കാര്യമില്ല, അവർ ഉമ്മയൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന്. എന്തുകൊണ്ടാണ് അനുമോൾ അത് പറയേണ്ടി വന്നത്? അനുമോളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അനുമോൾ അത് പറയേണ്ടി വന്നത്. ആ സാഹചര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിനകത്ത് ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിച്ചത്, നമ്മൾ കുറേ ദിവസമായിട്ട് കാണുന്നതാണ് ആര്യൻ അനുമോളെ വളരെ മോശമായിട്ട് അനുമോളോട് ബിഹേവ് ചെയ്യുന്നത്, ചവിട്ടാൻ ശ്രമിക്കുന്നത്, ചവിട്ടുന്നത്, അടിക്കുന്നത്, ഇതെല്ലാം അതാണ് അനുമോളുടെ ഓരോ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ഉറ്റു നോക്കിയിട്ടുണ്ട് ആരെങ്കിലും ഒരു ലവ് കോംബോ ആരെങ്കിലും ഉണ്ടാക്കുമെന്ന്. പക്ഷേ അനുമോളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ലവ് കോംബോയുടെ ട്രാക്ക് വരാത്തതുകൊണ്ട് തന്നെ അത് നമ്മൾ കളഞ്ഞു. അപ്പം ഇവർ പക്ഷേ അനുമോളെ ഈ ലവ് ട്രാക്ക് ഇളയ ഒരു പയ്യനുമായിട്ട് ചേർത്ത് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അനുമോളെ പുറത്താക്കാനുള്ളൊരു ശ്രമമായിരുന്നു. ആരാണ്? ജിസേൽ, ആര്യൻ, അക്ബർ, അപ്പാനി, അതുപോലെ തന്നെ റെന ഫാത്തിമ, അതുപോലെ തന്നെ ബിന്നി, ഇത്രയും ആൾക്കാരുള്ള ആ ഗ്യാങ് ശ്രമിച്ചത്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന പോലെ ഒണിയലും ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്യാങ് അനുമോളെ വളരെ മോശക്കാരിയാക്കിക്കൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. അത് അനുമോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അനുമോൾ പക്ഷേ ആദ്യം മുതൽ തന്നെ ജിസേലിനെയും ഇവരെല്ലാം വളരെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ആ ഒബ്സർവേഷനിൽ പല കാര്യങ്ങളും പലപ്പോഴായിട്ട് കാണുന്നുണ്ട്, നമ്മളും പ്രേക്ഷകരും കാണുന്നുണ്ട്. ബിഗ് ബോസ് നമ്മളെയും കാണിക്കുന്നത് എന്തിനാണ്? ഈ വളരെ മോശമായിട്ട് അങ്ങേയറ്റവും പലതും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പുതപ്പിനടിയിൽ ഈ ആരിൻ്റെ ബെഡിനകത്ത് ഈ ബെഡിൽ കിടക്കുന്നത് ജിസേലും ആരിനുമാണ്. ഈ ജിസേലും ആരിനും കൂടി പുതപ്പ് മൂടിയിട്ട് രാത്രിയിൽ പല കാമകളികളും അവിടെ നടത്തുന്നുണ്ട്. ഉള്ളത് പറയല്ല, പച്ചയ്ക്ക് പറയാമല്ലോ. ഇതൊക്കെ ലൈവ് കാണുന്ന എല്ലാവരും, കണ്ണുപൊട്ടന്മാരൊന്നുമല്ല, എല്ലാവരും കാണുന്ന കാര്യമാണ്. ചിലപ്പോഴൊക്കെ ഹൊററും മറ്റേത് മറിച്ച് പറയാനെന്ന രീതിയിലും ചില സമയത്ത് പിന്നെ ശൈത്യം ഇടയിലേക്കൊന്നും അഴിഞ്ഞു കയറും. ചില സമയം റെന, പിന്നെ മിക്കവാറും ഒക്കെ റെനയും ഉണ്ടാവും. അപ്പം ഇങ്ങനെ 4 പേര് 3 പെണ്ണുങ്ങളെയും നടുക്ക് വെച്ചാണ് എപ്പോഴും ആര് ആ പുതപ്പിനടിയിൽ ഉണ്ടാകുന്നത്. എന്തിനാണ് പുതപ്പ് മൂടുന്നത്? കാര്യം പറയാനാണെങ്കിൽ പുതപ്പ് മൂടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ അവർ പോട്ടെ 4 പേരും കൂടി ഒരിക്കലും വേറെ പരിപാടികളൊന്നും എടുക്കുന്ന ആൾക്കാരല്ല, അത് വളരെ മോശം, നമ്മൾ ചിന്തിക്കുന്നത് മോശമാണ്. പക്ഷേ രാത്രിയിലും ഈ ജിസേലും ആര്യനും പുതപ്പ് മൂടിയിട്ട് അവർ പല കാര്യങ്ങളും കാണിക്കുന്നു എന്ന് കാണിച്ചിട്ട് നമ്മുടെ ലൈവിൽ കാണുന്നുണ്ട്. അവർ അടുത്തോട്ട് മുഖം കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ ലൈവിൽ കണ്ട കാര്യമാണ്. വെറുതെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര അകലത്തിലൊക്കെ മുഖം എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ ഒരു സംസാരിക്കാൻ. അപ്പോൾ എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഇപ്പം നമുക്ക് സംസാരിക്കണമെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് ഒന്നും വേണം. ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചാൽ പോലും എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കില്ല. അപ്പം പിന്നെ മൈക്ക് രാത്രിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ മൈക്കേണ്ട കാര്യമില്ല. പക്ഷെ രഹസ്യം പറയാനാണെങ്കിൽ പോലും ചെവിയിൽ പറഞ്ഞാൽ പോരെ. ചുണ്ടും കൊണ്ടുവരേണ്ട ഒരാവശ്യകതയില്ല. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് അതൊരു പേഴ്സണൽ കാര്യമാണ്. അവർ ഉമ്മ വയ്ക്കുന്നതും അവർ കെട്ടിപ്പിടിക്കുന്നതും അവർ വേറെ പരിപാടി എടുക്കുന്നതും അവരുടെ പേഴ്സണൽ കാര്യമാണ്. അവിടെ ഞാൻ സമ്മതിച്ചു, അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പല ബിഗ് ബോസ് ഷോകളിലെല്ലാം ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേളികളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ പിന്നെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊന്നും ഇത് കാണല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തീർച്ചയായിട്ടും ബിഗ് ബോസ് കാണിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ വളരെ കുറച്ചാണ്. ഈ ചീത്തവളെയൊക്കെ ഇപ്പോൾ തെറിയൊക്കെ മ്യൂട്ട് ചെയ്താണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, തെറിയൊക്കെ വളരെ മ്യൂട്ട് ചെയ്ത് വളരെ ഡീസൻ്റ് ആയിട്ട്. കാരണം എന്താ, ബിഗ് ബോസിൻ്റെ എതിരെ കേസ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പം പിന്നെ ഈ ഒരു സാധനങ്ങളെല്ലാം കിട്ടിയ ദിവസം പിന്നെ അനുമോളുടെ ഷവർ കിറ്റ് കാണാനില്ലേ. അനുമോൾ അതിൻ്റെ തലേന്ന് തന്നെ അനുമോൾ ഈ ഒരു കാമകേളികളൊക്കെ കണ്ടതാണ്. അന്ന് ശൈത്യയോട് പറഞ്ഞപ്പോൾ ശൈത്യ പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ കിടന്നുറങ്ങുന്നത് അവരുടെ കാര്യം എന്ന് പറഞ്ഞ് ശൈത്യ അതിനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അനുമോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം അനുമോളെ ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ തീർച്ചയായിട്ടും അനുമോൾ അത് ശ്രദ്ധിക്കും, ഇവരെന്താണ് അവിടെ ചെയ്യുന്നത്. എന്തെങ്കിലും ഇവളുടെ സാധനങ്ങൾ എപ്പോഴും രാത്രിയിലൊക്കെയാണ് പറക്കിക്കൊണ്ട് പോകുന്നത് ഈ ആര്യൻ. അതുകൊണ്ടാണ് കൂടുതലും അവൾ ഉറങ്ങാതിരുന്നത്, അല്ലെങ്കിൽ ഉറങ്ങാൻ മടിച്ചവിടെ ഇരുന്നത്. അന്ന് ആ ഷവർ കിറ്റ് പോയ ദിവസം അവൾ 2-2:30 മണിക്ക് ഇവരെ വിളിച്ചുണർത്തി. ഇവിടെ ചെന്ന് തട്ടിയപ്പോൾ അവർ ബെഡ്ഷീറ്റ് മൂടി അവിടെ എന്തോ പരിപാടി എടുക്കുമായിരുന്നു. അത് നമ്മളെ കാണിച്ചത്. ഇവർ പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ നോക്കി ഈ പിന്നെ എന്താ പറയണേ, നമ്മുടെ ജിസേൽ തുണിയെല്ലാം പിടിച്ച് വലിച്ചൊക്കെ താഴോട്ടൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനുശേഷം അവൾ വീണ്ടും വന്ന് കിടന്നു. അതിനുശേഷം അവർ ആ ഒരു പരിപാടികൾ വളരെ ഇതായിട്ട് ചെയ്തു. പിറ്റേന്നും അവൾ അത് കണ്ടു.
എന്നിട്ട് അവളത് പിന്നെ നൂറയോട് പറഞ്ഞു, നൂറ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇവർക്ക് വേറെ പണിയില്ല. അപ്പോൾ അവൾ വിചാരിച്ചു പിന്നെ ഇവരെന്തിനാണ് ഇങ്ങനെ ഇത്രയും ക്യാമറ ഉള്ളപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്, പുറത്തൊക്കെ പോയി ചെയ്തുകൂടെ എന്ന് സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീകളും വിചാരിക്കും. കാരണം പ്രത്യേകിച്ച് വിവാഹം കഴിക്കാത്തൊരു പെണ്ണായതുകൊണ്ട് തന്നെ വിചാരിക്കും. നമ്മളുടെ ഏതായിട്ടുള്ള എല്ലാവർക്കും ഒരു പുറത്തൊരു ലൈഫില്ലേ, നമ്മൾ കൂടുതൽ നന്മ മരമൊന്നും ആവുന്നില്ല എങ്കിൽ പോലും അങ്ങനെ തന്നെ സ്വാഭാവികമായിട്ട് മാനം മര്യാദക്ക് ജീവിക്കുന്ന സ്ത്രീകൾ അങ്ങനെ വിചാരിക്കുന്നില്ല. എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, ഞാൻ മാനം മര്യാദക്ക് ജീവിക്കുന്നു എന്നുള്ളത് എൻ്റെ കാര്യമാണ്. പക്ഷേ എന്നാലും ഒരു പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ, എന്നാൽ രഹസ്യമായിട്ട് കാണിക്കുന്നത് അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. രഹസ്യമായിട്ട് ബെഡ്റൂമിൽ കാണിക്കണം, എന്നാലും പബ്ലിക് പ്ലേസിൽ ഒരുപാട് പ്രായമായ ആൾക്കാരും ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഇന്ന്. അപ്പോൾ അത് കാരണം നമ്മുടെ യൂട്യൂബ് ചാനലല്ല നമുക്ക് വിവരക്കേട് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് നമ്മുടെ ഒരു ഫേസ്ബുക്ക്, നമ്മുടെ ഒരു പേജ്, ഇൻസ്റ്റാ പേജോ അല്ല ഇത്. റിയാലിറ്റി ഷോയാണ്, കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കുറച്ച് ഒളിവും മറവും ഒക്കെ ആകാം എന്നുള്ളതാണ് അവൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതും അവിടെ കഴിഞ്ഞ് അതും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഈ പുറത്തുനിന്ന് 5 വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ പല ആൾക്കാരുടെയും വായിൽ നിന്ന് ഇവൾക്ക് കേട്ടു പുതപ്പെന്ന് അവർ വിളിക്കുന്നത്, പുതപ്പിനടി. അപ്പോൾ ഇത് പുറം ലോകത്തേക്ക് പോയി എന്നുള്ളത് അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. കാരണം പുതപ്പ് എന്ന് വിളിച്ചു. അപ്പോൾ പുറം ലോകത്തേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ അവൾ കണ്ടത് കറക്റ്റായിട്ട് പുറത്തും അത് അറിഞ്ഞു. അവൾക്ക് ആദ്യമുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് ഇവള് കണ്ട് ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്തില്ല, ഇതൊന്നും പുറം ലോകം കാണത്തില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അവൾ കളഞ്ഞതാണ്. പക്ഷെ അവൾക്ക് പുതപ്പ് എന്ന് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് പുറം ലോകം കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതും അവിടെയും കളഞ്ഞു. അതിനുശേഷം ഇവിടെ പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ അവൾ നടന്നു പോയപ്പോൾ ഇന്നലെ രാത്രിയിൽ അവളെ ചവിട്ടാൻ ശ്രമിച്ചു, അതവളിവിടെ കരഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നിപ്പം രാവിലെ അവളെ അവള് നടന്നു പോകുന്ന സമയത്ത് അവളെ തട്ടി കഴിഞ്ഞപ്പോഴത്തെ അവള് എന്താടാന്ന് ചോദിച്ചു, എന്താടാ എന്നെ തട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പം ഉടനെ പറഞ്ഞു ഞാനിവിടെ തട്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു വിവരമില്ലാത്തൊരു ആക്ഷൻ ഉണ്ടല്ലോ ആരിൻ്റെ. അപ്പോൾ ചോദിച്ചു, അപ്പം നീ ഇതിനടാ എന്നെ ചവിട്ടിയത്, തട്ടിയല്ല ചവിട്ടി, അവൻ്റെ ചന്തയ്ക്ക് അങ്ങോട്ട് അടിക്കുക എന്തോ ചെയ്തു. അപ്പോൾ പറഞ്ഞു നീ പൊടാ തെണ്ടി എന്ന് വിളിച്ചു. തെണ്ടിയെന്നോ പട്ടിയെന്നോ അങ്ങനെ എന്തോ ഒരു വാക്ക്, അത് മ്യൂട്ട് ചെയ്തു, ചെറിയ വാക്ക് എന്തോ വിളിച്ചു. അപ്പോൾ പറഞ്ഞു നിൻ്റെ അമ്മയാടി എന്ന് പറഞ്ഞു, നിൻ്റെ അമ്മയെ പോയി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ അപ്പോൾ ട്രിഗറായി. അപ്പോൾ അവൾ എന്തോ പറഞ്ഞുകൊണ്ട് അവൾ ദേഷ്യപ്പെട്ട് അവിടെ പോയിരുന്നു. അവിടെ ഒരു സംസാര കാര്യങ്ങളായി. അതിനെക്കുറിച്ച് അവർ കോൺവെർസേഷൻ നടത്തുവാണ്, ഇപ്പുറത്ത് മാറിയിരുന്നത്. അപ്പോൾ അവിടെ ജിഷിൻ വന്ന സമയത്ത് ജിഷിനോട് പറയുകയാണ് പല പ്രാവശ്യം, ആര്യൻ പറയണം. അപ്പോൾ അവിടെ അക്ബറുണ്ട്, ആര്യനുണ്ട്, റെന ഫാത്തിമയുണ്ട്, ബിന്നിയുണ്ട്. അപ്പോൾ അവർ പറയുകയാണ് പല തവണയും എന്താ പറഞ്ഞ ജിഷിനോട് പറയുവാണ് പല തവണയും നമ്മുടെ അനുമോള് എന്നെ വളയ്ക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ട്, അവളെന്നെ ഫ്ലേർട്ടിങ്ങിന് വന്നിട്ടുണ്ട്, അവളെന്നെ വളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ജിഷിൻ എന്ന് ചോദിച്ചു. അപ്പം അനിമോളോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറയുവാണ് അല്ലേ ബിന്നി എന്ന് ബിന്നിയോട് ചോദിക്കുന്നു. അപ്പോൾ ബിന്നി പറഞ്ഞു ഞാൻ പല തവണയും കണ്ടിട്ടുണ്ടെന്ന്. എന്ത് വൃത്തികേടാണ്. അപ്പോൾ ജിഷിൻ പറഞ്ഞു അവളെ എനിക്ക് കുറേ കാലം കൊണ്ട് അറിയാവുന്നല്ലോ, പുറത്തവളോ അങ്ങനെയുള്ള സ്വഭാവമുള്ളൊരു കുട്ടിയല്ല, അവളൊരു അങ്ങനെ ഒരു സ്വഭാവമുള്ളൊരു പെണ്ണല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പക്ഷേ പുറത്തവൾ. അപ്പോൾ അക്ബർ അടുത്ത വായിക്ക് പറയുന്ന ഡയലോഗാണ് അവൾ പുറത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, പക്ഷെ അവൾ അകത്ത് ഇങ്ങനെയാണ്. ഇവൻ്റെയൊക്കെ കൂടെ കിടക്കാനായിട്ട് നിന്നു കൊടുത്തില്ല, അതാണ് അവിടെ ചെയ്ത് തെറ്റ്. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇവളുമാരെ കൂടെ ഇവൻ ഈ ആരിൻ്റെ കൂടെ ഈ ജിസയിലും ഈ അക്ബറിൻ്റെയൊക്കെ കൂടെ കിടക്കുന്നത് സീൻ ഞാൻ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കിടക്കാൻ അനിമോളെ കിട്ടാത്തത് കൊണ്ടാണ് അവനെങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ആരും പറഞ്ഞു അവളെന്നെ വളയ്ക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, ഞാനതിനെ നിന്ന് കൊടുക്കാത്തതുകൊണ്ട് അവനൊരു വലിയ സംഭവം. അവനങ്ങ് ഭയങ്കര രൺവീർ സിംഗ് അവനെ അടിച്ചപ്പോൾ എൻ്റെ കയ്യിലങ്ങനെ കിട്ടിയെങ്കിൽ അവനെ അടിച്ചപ്പോൾ എൻ്റെ പല്ലിയാൻ കളഞ്ഞേനെ. അപ്പോൾ അവൻ അങ്ങനെ അങ്ങ് പറയുവാണ്. അപ്പം ജിഷിൻ പറഞ്ഞു അത് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ആവശ്യമില്ലാതെ പറയരുത്, ഒരു മാനിപ്പുലേഷൻ അങ്ങനെ നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഉടനെ ബിന്നി വീണ്ടും പറയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അവൾ അങ്ങനെ ശ്രമിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് അനിമോളുടെ ചെവിയിലെത്തി. അനിമോൾ ഇത് വന്ന് നിന്ന് കേൾക്കുവാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന പെൺപിള്ളേർ ഇങ്ങനെ അവൾ വളയ്ക്കാൻ, അതും 17 വയസ്സിന് ഇളയ ഒരു ചെറുക്കനെ വളയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം അങ്ങ് തിന്നണോ വിഴുങ്ങണോ? അല്ല ഞാൻ ചോദിക്കുക, നിങ്ങളോട് ഞാൻ മാന്യമായിട്ട് ചോദിക്കുക, അല്ലാണ്ട് വെറുതെ അവിടെ ഒരു സുപ്രഭാതത്തിൽ കണ്ട കാര്യം അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത്. അവളെ ബോധപൂർവം അവിടെ മോശക്കാരിയാക്കാനായിട്ട് ശ്രമിച്ച് അവളെ പുറത്തവളെ വളരെ മോശമാക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അവൾ ഉള്ള കാര്യം, അവൾ കണ്ട കാര്യം അവൾ വിളിച്ചു പറഞ്ഞത്. കണ്ടോ കണ്ടില്ലയോ ഇനി ബിഗ് ബോസ് തീരുമാനിക്കട്ടെ.
ബിഗ് ബോസ് കാണിക്കണം അല്ലെ വിഷ്വൽസ്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അവൾ അത് വിളിച്ചു പറഞ്ഞത്, നിങ്ങളാണ് പുതപ്പിനടിയിൽ ഇങ്ങനെ കാണിച്ചത്. അപ്പം പിന്നെ എന്നിട്ട് ജിസേലും ഉണ്ട്. അപ്പോൾ ഉടനെ പറയുകയാണ് ജിസേലിനോട് ഞാൻ മിണ്ടുന്നത് അവൾക്ക് ഇഷ്ടമല്ല, അവൾക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത്, ഞാൻ ജിസേലിനോട് ചോദിക്കാം, അവളോട് പോയി മിണ്ടട്ടെ എന്ന്. അപ്പം ജിസേൽ പറയും ഓക്കെ, പക്ഷെ അവൾ പറയും ജിസേലിനോട് മിണ്ടരുതെന്ന്. അങ്ങനെ ഒരിക്കലും പറയുന്ന ഈ പ്രേക്ഷകരാരും കേട്ടിട്ടില്ല. കേട്ടവർ എനിക്ക് ആ ക്ലിപ്പിംഗ് സിംഗ് അയച്ചാൽ ഞാനപ്പോൾ അതിനെ വെച്ചിട്ട് പിന്നെ അനുമോളെ ഞാൻ വലിച്ചു കയറിക്കോളാം. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് ഇട്ടാൽ മതി. ഞാൻ അതിനെ അനുമോളെ തീർച്ചയായിട്ടും വലിച്ചു കയറും. കാരണം അങ്ങനെ ഒരു സംഭവം ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെ കിടപ്പുണ്ട്, അഡ്വക്കേറ്റ് അനഘ എസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് അവളത് പറയേണ്ടി വന്നത്. അല്ലാണ്ട് നമ്മൾ ഒന്നുമില്ലാതെ ഒരു പെണ്ണിങ്ങനെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ ആൾക്കാർ അറിയാതെ കുറ്റപ്പെടുത്തരുത്. ഒരു വ്യക്തിയെ വളരെ മോശമായിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞ് വ്യക്തിഹത്യ, ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ ശ്രമിച്ചപ്പോഴാണ് അത് നടത്തി. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവിടെ എല്ലാവർക്കും അറിയുന്നത്. ഇത് പ്രേക്ഷകർക്ക് അറിയില്ല, അവരില്ല എന്നറിയാം. അപ്പോൾ അവരുടെ ഗ്രൂപ്പ് അങ്ങനെ ഒരു കളി ഇത് കുറേ ദിവസമായിട്ട് നടക്കുന്നതാണ്. ഇത് കുറേ ദിവസമായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവൾ പ്രതികരിക്കണ്ടേ? അപ്പോൾ അവൾ നടന്ന കാര്യം അവൾ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അപ്പോൾ എന്നെയാണ് പറഞ്ഞത്, ജിസേലിൻ്റെ സ്ഥാനത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് 100% എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ പോയി പറയാം, ബിഗ് ബോസേ എന്നെ വളരെ മോശമായിട്ട് അവർ അധിക്ഷേപിച്ചു, എൻ്റെ ജീവിതമാണ് അവർ തകർക്കാൻ ശ്രമിക്കുന്നത്, പുറത്തെ എൻ്റെ ലൈഫാണ് പോണത്, എന്നെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിരിക്കുകയാണ്. ബിഗ് ബോസ് അതിനുള്ള വിഷ്വൽസ് കാണിക്കണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കങ്ങനെ വിഷ്വൽസ് കാണാൻ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്നെ പുറത്ത് വിടണം, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. പറഞ്ഞുകൂടായോ? ഇതല്ലേ വേണ്ടത്? അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതല്ലേ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട, ഇതല്ലേ അവർ ചെയ്യേണ്ടത്? ഒരു സ്ത്രീ എന്ന രീതിയിൽ ജിസേൽ ചെയ്യേണ്ട കാര്യം ഇതായിരുന്നു. കാരണം എന്നെ ഒരാൾ ഡിഫമേറ്റ് ചെയ്യുമ്പോൾ, എനിക്കെതിരെ ഒരു ഡിഫമേഷൻ വരുമ്പോൾ, എന്നെ ആരാണ് വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം, നാട്ടിലിരുന്നാലും. അപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലാലോ എന്താണ് നിയമം? അത് ബിഗ് ബോസിന്റെ ക്യാമറയിൽ പോയി പറയുക, എന്നെ ഇങ്ങനെ ഒരാൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ ശ്രമിച്ചു, എൻ്റെ ജീവിതമാണ് നശിക്കുന്നത്, അതിന് വ്യക്തമായി എനിക്കത് തെളിയിച്ചേ പറ്റൂ, തെളിയിച്ചില്ലെങ്കിൽ എൻ്റെ ലൈഫ് പോവും, എനിക്കത് തെളിയിച്ചേ പറ്റൂ എന്ന് പറയണ്ടേ? ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്? അവർക്കറിയാം ഇതൊരെന്നല്ല, ഒരുപാട് തവണ ഒരുപാട് ദിവസങ്ങളായി ഇത് തന്നെ പണി. ഞാൻ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, കണ്ടില്ലേ കിടപ്പ്? മനസ്സിലായില്ലേ? നമ്മളിത് ഒരു ഫ്രണ്ട്സ് കിടക്കുന്ന കണക്കാണ് കിടക്കുന്നത്. ഇത് ഫ്രണ്ട്സാണ് രാത്രി പുതപ്പിനടിയിൽ ഈ കോമാളിത്തരങ്ങൾ പുതപ്പിനടിയിൽ പാതിരാത്രി കാണിക്കുന്നത്. എന്ത് ഫ്രണ്ട്സാണ് ഇത്? ഇതെന്തൊരു ഫ്രണ്ട്ഷിപ്പാണ് ഇത്? പക്ഷെ അത് അവരുടെ ഇഷ്ടമാണ്, അതവർ കാണിച്ചോട്ടെ. പക്ഷെ വേറൊരാളെ അങ്ങനെ ഒരാളെ അവരതാണെന്ന് പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അവരത് പറയുന്നതിന് അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? ഒരിക്കലും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാൾക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്നെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയേണ്ടി വന്നത്. അതുവരെ അവൾ പറഞ്ഞില്ലല്ലോ. എന്നെ പറയുമ്പോൾ ഞാൻ പറയും. എന്നെ ഒരാൾ പറയുമ്പോൾ ഞാൻ കണ്ട കാര്യം ഞാൻ അവിടെ പറയുന്നു. തെളിയിക്കേണ്ടത് ഈ പറയപ്പെട്ട അല്ലെങ്കിൽ ആരെയാണോ പറഞ്ഞത് അവരാണ് ഇത് അന്വേഷിച്ച് തെളിയിക്കേണ്ടത്. അവരുടെ ബാധ്യതയാണ്. ഞാൻ പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. ഞാൻ കുറ്റക്കാരിയാണെന്ന് തെളിയിക്കുന്നത് അവരാണ്. അവർ കുറ്റക്കാരിയല്ല. ഇവിടെ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കേണ്ടത് ജിസേലാണ്. ജിസേലും ആരിനും കൂടിയാണ്, അല്ലാതെ അനുമോളല്ല. അപ്പോൾ ഒണിയൽ ചാടി വന്നു. ഒണിയൽ എന്തോ ഒരു സപ്പോർട്ട്, ദൈവമേ, അടുത്ത ആഴ്ച പുറത്തു പോകാനുള്ള ആൾക്കാരല്ലേ, ഇവിടെ കിടന്ന് ഇപ്പം ഒന്ന് പുകഞ്ഞോട്ടെ അല്ലെങ്കിൽ ഒന്ന് കത്തിക്കോട്ടെ, ഇല്ല അണയാൻ പോകുന്ന ദീപം എന്നൊക്കെ പറയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ രേണുസുതി രക്ഷപ്പെട്ട്, രേണുസുതി അതുകൊണ്ട് പുറത്തു പോയില്ല, ഒനിയൽ പോയിക്കോളും. ഒനിയൽ ശൈത്യം വന്നിരുന്ന് ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ നാണമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഡബിൾ സ്റ്റാൻഡ് പേഴ്സണാണ്, ഒരിക്കലും വിശ്വസിക്കരുതെന്ന്. അപ്പോൾ ഇതാണ് നടന്നത്. അപ്പോൾ ഇത് ഇതെല്ലാം ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്? നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ കമൻസിൽ അറിയിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് കണ്ട കാര്യമായിരുന്നു. ഞാൻ ആരുടെയും ഒരു ഒത്താഴ്ചയോട് പറയില്ല. ഒരു സ്ത്രീ ഞാൻ അനുമോളെ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ എനിക്ക് ആഗ്രഹവുമില്ല. കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ ലാലേട്ടൻ്റെ കൂടെ പോലെ പോയി നിന്നിട്ട് 4 ദിവസം ലാലേട്ടൻ്റെ കൂടെ ഷൂട്ടിലുണ്ടായിട്ട് പോലും ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാത്ത ആളാണ്. കാരണം ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യുന്നു. നമ്മളെന്തെങ്കിലും ഒരാൾ അന്ധമായിട്ട് ആരാധിക്കേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ ആരെയും അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരാളല്ല. ഞാൻ എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. എൻ്റെ മരിച്ചുപോയ എൻ്റെ അച്ഛനെ ഞാൻ ആരാധിക്കും. കാരണം അദ്ദേഹം എൻ്റെ റോൾ മോഡലാണ്. അതിനപ്പുറത്തേക്ക് ലാലേട്ടൻ എന്നല്ല, മമ്മൂക്ക എന്നല്ല, എല്ലാവരും ഇഷ്ടമാണ്.
പക്ഷെ അവരൊന്നും നമ്മൾ ആരാധിച്ച് ഒന്നുമില്ല. പിന്നെ എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോയൊക്കെ ആരെങ്കിലും എടുത്താൽ അപ്പോൾ അത് ഇടുന്നു. അല്ലാണ്ട് നമ്മളങ്ങനെ അന്ധമായിട്ട് അയ്യോ എനിക്കൊരു ഫോട്ടോ വേണം അല്ലെ അവരുമായിട്ട് ചേർന്ന് അവരെ ഒന്ന് കാണാൻ ആഗ്രഹം അങ്ങനെയൊന്നും ലൈഫിൽ ആരെയോട് ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിമോളെ PR ആവേണ്ട ഒരു ആവശ്യകത എനിക്കില്ല. അനിമോളെ ഒന്നും കാണാൻ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല. പക്ഷെ ഞാനൊരു കണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കളികൾ കണ്ടതുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തത്. അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഷാനവാസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നൂറാദിലെ ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കളിക്കുന്ന ആൾക്കാരെ മസ്താനി കളിച്ചാൽ മസ്താനിയെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ആരാണ് കളിക്കുന്നത്, ലക്ഷ്മി വന്നു കയറി ലക്ഷ്മി കളിച്ചാൽ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യും. ആരാണോ റെന്നെ നന്നായിട്ട് കളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന കളിയാണെങ്കിൽ റെനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ആരാണ് നന്നായിട്ട് കളിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നന്മയുടെ കൂടെ കറക്റ്റ് അവരുടെ രണ്ടുപേരുടെയും ഭാഗം ഞാൻ ശ്രദ്ധിക്കും. ഇപ്പം ആര്യനും ജിസേലിൻ്റെയും ഭാഗത്താണ് ന്യായമെങ്കിൽ ഞാൻ അവരെ കൂടെ നിന്നേനെ. പക്ഷെ അവരുടെ ഭാഗത്തല്ല. കുറേ ദിവസം ഒരു പെണ്ണിനെ ചെന്നായെ പോലെ ഇവരിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവളെ സഹികെട്ട് പല സമയത്തും ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ട്. അതിന് പ്രാകുന്നൊന്നും പറയാൻ പറ്റത്തില്ല, നന്മമരമെന്ന് പറയാൻ പറ്റില്ല, കുലസ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല. പല ആൾക്കാരെയും പല രീതിയിലാണ് മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ട് വന്നത്. എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ച കാര്യത്തിൽ വേറൊരാളുടെ മാതാപിതാക്കളുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ മോഡേൺ വസ്ത്രങ്ങളൊന്നും ഇടുന്ന ഇഷ്ടമല്ല. എൻ്റെ അമ്മ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ മോഡേൺ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയില്ലാത്ത ഉടുപ്പ്, പിന്നെ എന്താ പറയണം, നമ്മുടെ സ്ലീവ്ലെസ് ഇടുന്ന എൻ്റെ അമ്മ ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ മരിച്ചിട്ട് എത്ര വർഷം, 2018 ജൂൺ 27 എൻ്റെ അമ്മ മരിച്ചത്. ഇപ്പം 7 വർഷമായി. എൻ്റെ അമ്മ മരിച്ചിട്ട് 7 വർഷമായി. എൻ്റെ അമ്മ മരിച്ചിട്ട് പോലും ഞാനൊരു സ്ലീവ്ലെസ് ഉടുപ്പ് ഇട്ടിട്ടില്ല. എത്ര സ്ലീവ്ലെസ് ഉടുപ്പ് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് അവരെന്നെ പഠിപ്പിച്ച് എനിക്ക് നാണക്കേടാണ് സ്ലീവ്ലെസ് ഉടുപ്പിടാൻ. എല്ലാവരും പറയും സ്ലീവ്ലെസ് ഉടുപ്പിട്ടാൽ നല്ലതാണല്ലോ, നല്ല കൈയാണല്ലോ, പിന്നെ കനം കുറഞ്ഞ നല്ല വെളുത്ത കൈയാണല്ലോ സ്ലീവ്ലെസ് ഇടച്ചില്ല. പക്ഷെ എനിക്കിടാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. കാരണം നമ്മുടെ വീട്ടിലെ ശീലമാണത്. അത് ഓരോരുത്തരുടെ ശീലമാണ്. അനിമോള് പഠിച്ചിട്ട് വന്ന ശീലമാണ് അവൾ പറയുന്നത്. അവളുടെ ശീലം അതിനൊരു കുലസ്ത്രീ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കുഞ്ഞുനാളിലെ നമ്മുടെ വീട്ടിലെ ഓരോ ശീലങ്ങൾ പഠിക്കും. ആ ശീലങ്ങൾ അനുസരിച്ചാണ്. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്ന ഒരാളല്ല. ചെയ്തിട്ടില്ല എന്നുള്ളതിൽ 10 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. 10 അല്ല, 9 വർഷം മുമ്പ്. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തിട്ടില്ല. കാരണം അത് നമ്മുടെ ശീലമല്ല, നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശീലമുണ്ട്. ആ ശീലമാണ്. അതിനവരെ കുലസ്ത്രീ എന്ന് വിളിച്ചിട്ട് കളിയാക്കിയിട്ട് കാര്യമില്ല. ഞാൻ പാൻറ് ഉടുപ്പ് ഇടുന്ന പോലും എൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു. അയ്യോ പാൻറ് ഉടുപ്പൊന്നും ഇടല്ലേ മക്കളെ. ഞാൻ പറയാം അമ്മ ഞാൻ പോലീസായി എന്തോ ചെയ്യും, ഞാൻ പഠിച്ച് പോലീസായി കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും. ഞാൻ NCC ഉണ്ടായിരുന്നു, കേരളത്തിലെ സീനിയർ അണ്ടർ ഓഫീസറായിരുന്നു, നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യനായിരുന്നു. അപ്പോൾ ഞാൻ NCC ഡ്രസ്സൊക്കെ ഇട്ടണം അമ്മ നോക്കും. പക്ഷേ ഞാൻ ജീൻസ്, അമ്മയ്ക്ക് ആ പാൻറ് ഇടാം. ജീൻസ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് അല്ലേ. അപ്പോൾ ജീൻസ് ഇടുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ലെഗിൻസ് ഒക്കെ ഇടുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അത് അവർ അമ്മ വളർന്നു വന്ന ചുറ്റുപാടിൽ അമ്മയുടെ മകൾ ഏറ്റവും ഇളയ മകൾ എന്നുള്ള രീതിയിൽ എന്നെ അങ്ങനെ വെച്ചു. എനിക്കും പക്ഷേ ഞാൻ പിന്നീട് ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഇട്ട് ശീലിച്ചു ജീൻസൊക്കെ. എന്നാലും സ്ലീവ്ലെസ് ഉടുപ്പിടാനോ കുറച്ച് വെട്ടിയിറക്കി ഉടുപ്പിടാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ലൈഫിൽ പറ്റില്ല, മരിക്കുന്നവരെയും പറ്റില്ല. കാരണം നമുക്ക് ആ ശീലത്തിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മളെ ജനിച്ചപ്പോഴേ നമുക്കൊരു ഐഡിയോളജിയിൽ നമ്മളെ വളർത്തിക്കൊണ്ട് വന്നു. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര മോഡേണാണ്. അദ്ദേഹം ഭയങ്കര, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടുന്ന ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഞാൻ ഇടില്ല. എനിക്ക് ഭയങ്കര ഇട്ടോളാൻ പറയും, എല്ലാം ഇടാൻ പറയും. പക്ഷേ എനിക്ക് അങ്ങനെ കയ്യിൽ സ്ലീവ്ലെസ് ഉടുപ്പിടുകയോ വെട്ടിയിറക്കി ഉടുപ്പിടുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്ന ഒരാളല്ല. അപ്പോൾ അതാണ്. അല്ലാതെ കുലസ്ത്രീ എന്ന് വിളിച്ച് കളിയാക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പഠിച്ചു വരുന്ന ശീലമാണ്. അതിന് കുലസ്ത്രീയാവാം, ചിലപ്പം വൃത്തികെട്ടവളാവും, എന്തോ ആവും. പക്ഷെ ഒരാളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് ആരെയും ഞാനൊന്ന് പിന്താങ്ങിയൊന്നും പറയില്ല. അവിടെ ജിസേലിൻ്റെ ആരിൻ്റെയും ഭാഗത്താണ് ശരിയെങ്കിൽ ഞാൻ അവിടെ നിന്നേനെ. അവർ പക്ഷെ ചെയ്തത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ, ഉള്ളത് പറയണമല്ലോ. അവർ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ്, അത് പേഴ്സണൽ കാര്യം. പക്ഷേ എന്തിനാണ് ഇവളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിച്ചത്? ഇവളെ എന്തിനാണ് മോശമാക്കാൻ ശ്രമിച്ചത്? അവനെ വളയ്ക്കാൻ ശ്രമിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാക്കി ഇവളെ എന്തിനാണ് ചിത്രീകരിക്കാൻ അവർ ശ്രമിച്ചത്? അതുകൊണ്ട് കൂടിയാണ് അവൾക്കത് പറയേണ്ടി വന്നത്. അമ്മയ്ക്ക് കൂടി വിളിച്ചു, അതുകൊണ്ട് കൂടിയാണ് അവൾക്കത് പറയേണ്ടി വന്നത്. ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാം. പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഞാനിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് PR എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ, PR എങ്കിൽ PR തിരിച്ചു ഇറങ്ങി വരാൻ പറയാം. ഏതെങ്കിലും സമയത്ത് അനിമോളുടെ ഫോൺ നമ്പർ അങ്ങനെ കിട്ടട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറേ PR ചെയ്തു കേട്ടോ, നിങ്ങൾ എനിക്ക് ആ കാശിക്ക് തന്നേക്കണമെന്ന് വിളിച്ചു പറയാം.
അല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് എല്ലാ അപ്ഡേറ്റ്സും ആയിട്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ ഇന്നിപ്പോൾ എന്തെങ്കിലും അടിയോ പിടിയൊക്കെ നടക്കുവാണെങ്കിൽ നമുക്കൊരു തമാശ, ഇപ്പോൾ ഓണമാണ്, ഇത് കളിയോ വല്ല എൻ്റർടൈൻമെൻറ്റോ ഒക്കെ ഇവർക്ക് ചെയ്തുകൂടായി. നമുക്കിങ്ങനെ വഴക്ക് കേട്ട് കേട്ട് സത്യം പറഞ്ഞാൽ മടുത്തു കിട്ടാം. എനിക്കാണെങ്കിൽ ഇത് വഴക്കൊന്നും ഇഷ്ടമല്ല റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ നല്ല കണ്ടന്റ് കിട്ടിയായിരുന്നെങ്കിൽ അത് ഇടാമായിരുന്നു. എന്തായാലും ഈ ആഴ്ചയിൽ വോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും അനുമോള് തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിൻ്റെ നിലയിലൊക്കെ ഞാൻ ഹോട്ട്സ്റ്റാറിൽ പോയി നോക്കി, നമ്മൾ അൺഒഫീഷ്യലാണ്, എന്നാലും വോട്ടിംഗ് നിലയിൽ ഒന്നാം സ്ഥാനത്ത് അനുമോളാണ്. രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇടയ്ക്ക് നൂറ വന്നു, ഇടയ്ക്ക് ഷാനവാസ് വന്നു, ഇടയ്ക്ക് അനീഷ് വന്നു. അപ്പോൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞാണ് ഒന്നും രണ്ടിൻ്റെയൊക്കെ നില വന്നേക്കുന്നത്. എന്തായാലും രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ഷാനവാസാണ്. മൂന്നാം സ്ഥാനത്ത് നൂറ വരുന്നുണ്ട്, അനീഷ് വരുന്നുണ്ട്, മാറിയും തിരിഞ്ഞ് വരുന്നുണ്ട്. നാലാം സ്ഥാനത്ത് ജിസേലായിരുന്നു വന്നത്, ഇപ്പോൾ ജിസേൽ മാറി ആദില വന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നില്ല. എന്തായാലും അവസാന സ്ഥാനങ്ങളിൽ ശൈത്യയും ഒനിയലും ആര്യനും ഈ 3 പേരാണ് നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. എന്തായാലും രേണു സുധി പോകില്ല, രേണു സുധി സേഫാണ്. ഓക്കെ, രേണു സുധിക്കും താഴെയാണ് അക്ബർ എന്നറിയാൻ കഴിഞ്ഞു. അക്ബറും അപ്പാനും ഒക്കെ രേണു സുധിക്കും താഴെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ രേണു സുധി ഒരു പ്രശ്നമില്ലാണ്. ഞാൻ പറഞ്ഞില്ലേ, രേണു സുധി 50 ദിവസം വരെ പോകാനുള്ള ഒരു സാധ്യതയാണ് ഇനി ഞാൻ കാണുന്നത്. അതിനു മുമ്പ് ഈ സാധനങ്ങളെല്ലാം തട്ടിവിട്ടെ, രേണു അവിടെ നിന്നോട്ടെ, തൽക്കാലം അവിടെ നിന്ന് പറ്റുന്ന കാശ് കിട്ടുമല്ലോ. അപ്പോൾ അത്രയൊക്കെ കണ്ടന്റൊക്കെ കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും, കാരണം കുറച്ചും കൂടി സംസാരിക്കാനുള്ള വോയിസ് കിട്ടും. കാരണം ഇവരൊക്കെ ഔട്ട് ആകുമ്പോൾ മനസ്സിലാവും കൂടുതൽ പ്രേക്ഷകരുണ്ട് എന്ന് പുള്ളിക്കാരിക്ക് തോന്നുമല്ലോ. ഞാനും ഇന്ന് ഉറപ്പായിട്ടും രേണു തന്നെയാണ് വോട്ട് ചെയ്തത്. കാരണം രേണു കയറി പോട്ടെ എന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവരെല്ലാം ഓൾറെഡി നല്ല ഒരു സേഫ് സോണിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രേണുവിനാണ് വോട്ട് ചെയ്തത്. രേണുവിനെ വഴക്കൊക്കെ പറയും, അതൊക്കെ ഉറപ്പാണ്. പക്ഷേ രേണു അവിടെ നിൽക്കണമല്ലോ. രേണു മോശം കാണിക്കുന്നുണ്ട്, ഈ കള്ളത്തരമൊക്കെ പറയുന്നത് കൊണ്ടാണ് നമുക്ക് ഇഷ്ടമില്ല. അത് ഈ വൃത്തികേടും പേങ്കൊല്ലലും അതൊക്കെ നമുക്ക് സാധാരണ ഒരു വീട്ടമ്മയില്ല, 10-35 വയസ്സുള്ള ഒരു സ്ത്രീ ആകുമ്പം അതൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കണം. നമ്മളെക്കുറിച്ചൊന്ന് പേഴ്സണൽ ഹൈജീൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പറഞ്ഞു വന്നത്. അപ്പോൾ ഓക്കെ ഗായ്സ്.